ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ബട്ടറോ ചീസോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്കൊരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സവാളയും തക്കാളിയും കുറച്ച് മല്ലിയില മാത്രം എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ ഞാനിവിടെ 2 തക്കാളി, വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പിന്നെ ആവശ്യത്തിന് വേണ്ട ബ്രെഡ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സവാള ചെറുതായി കട്ട് ചെയ്യാൻ നോക്കണം. ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മുടെ കയ്യിൽ നിറയെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പം മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രെഡിൻ്റെ മേലെ നമുക്ക് ആ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നമുക്ക് ഒരു ബ്രെഡ് കൂടെ അതിന് മേലെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളത് ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. തക്കാളിയും സവാളയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നത് വെള്ളം പോലെ ആവും. അതുകൊണ്ട് നമുക്കത് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 2 നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിലാണെങ്കിലും മതി. ചില കുട്ടികൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബട്ടറോ അതുപോലെ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്തത്. നമുക്കത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും. പിന്നെ നമുക്ക് പച്ചമുളകോ കുരുമുളക് പൊടി അങ്ങനെ എന്ത് വേണേൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പക്ഷെ നമ്മളിവിടെ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകാകുമ്പോൾ കുട്ടികൾക്ക് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മൾ 2 സൈഡ് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണ്. ഇനി നമ്മൾ ബാക്കി 2 പീസും കൂടെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ 2 പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.